തിളങ്ങുന്ന പെർഫോമൻസ് മാത്രമല്ല, തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞൾ ചുമന്നൊരു തിളങ്ങുന്ന ഡ്രസ് ഇട്ടിട്ടാണ് നമ്മുടെ സഹോദരിമാരുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തില് സംഘനൃത്തത്തിൽ പങ്കെടുത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരിമാര്. പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. സ്കൂളിന്റെ പേരെന്താ? പ്രൗഡൻസ്. ബ്രൗണീസ്. എവിടെ? കോഴിക്കോട് എവിടെയത്? ഗാന്ധി റോഡ് ബീച്ചിനടുത്താ. ഗാന്ധി റോഡ് ബീച്ചിനടുത്താണ്. അപ്പൊ സ്കൂളിലും പോവാ ബീച്ചിലും പോവാ? അങ്ങനെയൊന്നുമില്ല. സ്കൂളിലാണോ കൂടുതൽ പോകുന്നില്ല ബീച്ചിലാണോ കൂടുതൽ പോകുന്നത്? സ്കൂളിൽ പോകും. സമയം കിട്ടുമ്പോ ഇച്ചിരി ഒന്ന് ബീച്ചിലോട്ട് പോയിട്ട് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യും അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. പേര്? കൃഷ്ണേന്ദു. നടാശ. തന്മയ. പാർവതി. സയന കൃഷ്ണ. പാർവണ. ആരാ നിങ്ങളുടെ ഈ നൃത്തം പഠിപ്പിച്ച അധ്യാപിക ആരാ? വിനീത് സാർ. സാറിന്റെ സ്ഥലം എവിടെയാ? സാറ് കോഴിക്കോട് തന്നെയാ. കോഴിക്കോട് തന്നെ. അപ്പൊ വിനീത് സാർ നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. റെഡി? അപ്പൊ തുടങ്ങാം. റെഡി? പൈങ്കിളി പാട്ടിൻ ഈണം മറന്നു വർണ്ണരവങ്ങളാൽ ഈറൻ പ്രഭാതത്തിൽ ആദ്യാക്ഷരങ്ങൾ നിൻ തീരത്തെഴുതിയോ. വളരെ മനോഹരമായി മുത്തുകളാൽ അലങ്കൃതമായിട്ടുള്ള കോസ്റ്റ്യൂം ധരിച്ചു വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ തിളങ്ങുന്ന മുത്തുകളാണ് ഇപ്പൊ നമ്മുടെ ക്യാമറ മുന്നിൽ പെർഫോം ചെയ്തത്. അടിപൊളി. കിതപ്പുണ്ടോ? ഹോർലിക്സ് വേണോ? ഒന്നും വേണ്ടല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സംഘനൃത്തമൊക്കെ കണ്ട് നമ്മൾ നേരെ രേണുകയിലേക്കും സൂര്യഗായത്രിയിലേക്കുമാണ് പോകുന്നത്. സൂര്യഗായത്രി, രേണുക, ആരാണ് പുതിയ അതിഥിയായി എത്തിയിരിക്കുന്നത്? അതിന് കോഴിക്കോടിന്റെ മുത്താണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. മിമിക്രിയിൽ എ ഗ്രേഡ് നേടി ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് വെറും എ ഗ്രേഡ് അല്ല, ഹാട്രിക്ക് നേടി എത്തിയിരിക്കുന്ന മിടുക്കനാണ്. ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ തന്നെ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? അഭിനയാണോ ഇഷ്ടം? അഭിനയം ഇഷ്ടം. എന്താ അഭിനയം ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? അത് ഇപ്പൊ എന്താ പറയാ, അഭിനയിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചാലേ വലിയ ആളാലോ. സിനിമയിലൊക്കെ അഭിനയിച്ച് വലിയ ആളാണല്ലോ, ഫേമസ് ആവല്ലേ? ഫേമസ് കുറെ വർഷം കൂടി കഴിയുമ്പോ ഈ കലോത്സവ വേദിയിലൊക്കെ VIP ആയിട്ട് വന്നിറങ്ങാം അല്ലേ? നാളിപ്പോ നമ്മുടെ ടൊവിനോ ഒക്കെ വരുന്ന പോലെ പൊളിക്കണ. അപ്പൊ നമുക്ക് മിമിക്രി ഒന്ന് കണ്ടാലോ? ഇനി കുറച്ച് ബീറ്റ് ബോക്സ്.